ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കായപ്പോളയുടെ റെസിപ്പിയാണ്. കുട്ടികൾ സ്കൂൾ തരുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ കോഴിമുട്ടയും പഴമൊന്നും പറ്റാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പറ്റ കനം കുറച്ച് കട്ട് ചെയ്യരുത്. ഏകദേശം ഈ ഒരു കട്ടിയിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഞാനത് 4 പഴം അതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ നെയ്യിൽ ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഒന്ന് ആ നെയ്യിൽ തന്നെ ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. ഉടയാതെ നമുക്ക് നന്നാക്കി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ മാറി അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടയാതെ തന്നെ നമ്മളത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ അത് ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കുക. അതിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഇനി ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. തീ കൂടി പോവരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. കോഴിമുട്ടയാണ്, അതുകൊണ്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കായപ്പോള റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കായപ്പോള പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.